ഇല്ല. നിയമങ്ങൾ ബാധകമാവുന്ന എപ്പോഴാണ്? ബുദ്ധി ഉണ്ടാവുക, പ്രായപൂർത്തിയാവുക. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാൻ പറഞ്ഞത് എപ്പോഴാണ്? 10 വയസ്സായതിനു ശേഷമാണ്. വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ. 10 വയസ്സായാൽ നിങ്ങൾ അവരെ അടിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 വയസ്സിന് മുമ്പ് എന്ത് ചെയ്യരുത്? അടിക്കാൻ പാടില്ല. 10 വയസ്സിന് മുമ്പ് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളെ പിടിച്ച് അടിക്കുന്നവരുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും മുകളിലേക്ക് എന്താവേണ്ട ആവശ്യമില്ല, പോകേണ്ട കാര്യമില്ല. ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത ഉള്ള ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ദീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ നബി പറഞ്ഞത് നിങ്ങൾ 10 വയസ്സായാലും അടിക്കാന്നാണ്. അപ്പോൾ 10 വയസ്സിന് മുമ്പ് അടിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിരാണ്. ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓവറാകാൻ പാടില്ല. നബി പറഞ്ഞോടത്ത് നിന്നാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇനി ഇവിടെ അടിക്കേണ്ടത് എങ്ങനെയാണ്? ഓൻ അടിച്ചിട്ട് കയ്യും കാലും ഒടിച്ചൊരു മൂലക്കലിടല, അങ്ങനത്തെ അടി ഇസ്ലാമിലില്ല. മക്കളെ അടിക്കണം എന്ന് പറഞ്ഞിടത്തൊക്കെ അടിക്കേണ്ട രീതിയുണ്ട്. ഓൻ്റെ തൊലി എന്താവാൻ പാടില്ല, മുറിയാൻ പാടില്ല, രക്തം വരാൻ പാടില്ല, എല്ല് പൊട്ടാൻ പാടില്ല, ഓൻ്റെ ശരീരത്തിൽ ക്ഷതമേൽക്കാൻ പാടില്ല. അവിടെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, മോനെ നിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വീഴ്ച വന്നിട്ടുണ്ട്, ഇത് നിൻ്റെ മേൽ നിർബന്ധമായൊരു കാര്യമാണ്, നീ ഇപ്പോൾ തന്നെ ശീലിക്കേണ്ട വിഷയമാണ് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കുറേ തല്ലിയിട്ടും കുറേ അടിച്ച് മൂലക്കലിട്ടിട്ടും കാര്യമില്ല. അടിക്കേണ്ട രീതിയിൽ അടിക്കുക, അത് മുറിവ് പറ്റാത്ത രീതിയിൽ അവനക്ക് കാര്യം ബോധ്യപ്പെടുന്ന രീതിയിൽ അടിക്കുക എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്.